ഉണ്ടാക്കാൻ പോകുന്നത് ദുധിയുടെ മുഠിയ. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും മുഠിയ. പിന്നെ നിങ്ങൾ ഇത് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി കാണാം എന്തൊക്കെ വേണം. ഇതിന് വേണം നമുക്ക് 1/2 കിലോ ദുധി വേണം. ദുധി എന്ന് പറഞ്ഞാൽ ലോക്കിയ. അതായത് നല്ല കുരു ഇല്ലാത്ത, കുരു ഉള്ളതാണെങ്കിൽ അതിന് കുരു കളഞ്ഞിട്ട് വേണം നമ്മളിത് ഗ്രേറ്ററായിട്ട് നമ്മൾ കൊപ്പറ ചേരേണ്ടുന്ന ഗ്രേറ്ററും കൊണ്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചിരണ്ടി എടുക്കാം. പിന്നെ അതിന് ശേഷം ഞാനൊരു ഇഡ്ഡലി തട്ടിനകത്ത് വെള്ളം സ്റ്റീം ആക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുന്ന വരെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാനത് കുറച്ച് ചെറുതായി അരിഞ്ഞ് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാം. 4 സ്പൂൺ ഉണ്ട് ഇത്. അതിന് ശേഷം എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് അധികം മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പച്ചമുളകൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലതായിട്ട് എരിവുള്ള, നിങ്ങൾക്ക് എങ്ങനത്തെ എരിവാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ആഡ് ചെയ്യണം. പിന്നെ 1/2 സ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി 1/2 സ്പൂൺ അതും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജീരകം പൊടിച്ചത് അതും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് 1/4 സ്പൂൺ നമുക്ക് കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വരിയാലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പഞ്ചസാര അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് മധുരം എങ്ങനെ വേണ്ടത് 2 സ്പൂൺ വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാൻ 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു പകുതി മുറി നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ മാവൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾക്ക് എന്തോ എരിവോ എന്തോ കുറവുണ്ടെന്ന് തോന്നുന്നു വെച്ചാൽ ഒന്നും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു നാരങ്ങനകത്ത് ആഡ് ചെയ്യും. പിന്നെ എനിക്ക് പുളി ഇച്ചിരി കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിനകത്ത് 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് കടലപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. പൊടി അധികം ആഡ് ചെയ്യൽ, ദുധിയുടെ ഇത് ലോക്കി നമുക്ക് അധികം വേണം, ഗ്രേറ്റ് ചെയ്ത് അത് വേണം മുന്നിൽ നിൽക്കാനായിട്ട്. അതുകൊണ്ട് പൊടിയൊന്നും അധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ദുധീനകത്തുനിന്ന് ലോക്കിക്കകത്തുനിന്ന് വരുന്ന വെള്ളം കൊണ്ട് തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ ഇത് ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കും. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പരുവം ആവത്തില്ല, ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. നന്നായിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. പൊടിയൊക്കെ നമ്മൾ അധികം ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചൂയി പോലെ ആയിപ്പോൾ, റബ്ബർ പോലെ ആയിപ്പം. അപ്പോൾ ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തില്ല. നല്ല സോഫ്റ്റായിട്ട് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ലോക്കിയും എത്ര അധികം നമ്മൾ ആഡ് ചെയ്യുന്നോ അത്ര അധികം നല്ല ടേസ്റ്റ് വരും അതിന്. ഫ്രണ്ട്സ്, ഇതേവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇത് കണക്ക് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തേ ഉള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ഞെരടി വേണം കുഴയ്ക്കാനായിട്ട്. ലോക്കിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരണം. അതുകൊണ്ട് നമുക്ക് ആ വെള്ളം കൊണ്ട് തന്നെ വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. നമുക്കത് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ. അതുകൊണ്ട് നല്ലതായിട്ട് തിരുമ്മി നമ്മൾ വേണം കുഴച്ചെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് അത്ര ഈസിയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ഇടാവുന്ന അത്രയും മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗരം മസാലയോ വേറെ എന്തെങ്കിലുമൊക്കെ മസാലകൾ, ചാട്ട് മസാലയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈസി ആയിട്ടുള്ള ഇത് കാണിക്കത്തുള്ളൂ. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന രീതിയിലുള്ള മസാലകൾ മാത്രം ഇട്ട് അതിനെ ഉണ്ടാക്കി കാണിക്കുന്നത്. എനിക്ക് ഇച്ചിരി ലൂസായെന്ന് തോന്നുവാണ്. അപ്പോൾ അതിൻ്റെ പകരമായിട്ട് നമുക്ക് കുറച്ചും കൂടെ കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ആഡ് ചെയ്യേണ്ട, കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നും കൂടെ ഒന്ന് കുഴച്ച് നന്ന് പാകത്തിനാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് 1 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഇച്ചിരി ലൂസായിട്ടേ ഇരിക്കത്തേ ഉള്ളൂ. ചപ്പാത്തിയിൽ കൂട്ട് കുഴച്ച് കിട്ടത്തില്ല നമുക്കിത്. അതുകൊണ്ട് കയ്യിലൊക്കെ ഒട്ടി വരുവാണെങ്കിൽ കൈ വെച്ച് എണ്ണ തേച്ചിട്ട് വേണം നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഒരു റോൾ പരുവത്തി ഉരുട്ടി നമുക്ക് ഇഡ്ഡലി തട്ടാതെ വെച്ച് സ്റ്റീം ചെയ്തെടുക്കണം. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും സ്റ്റീം ചെയ്യണം. പിന്നെ അതിന് ബാക്കി നമുക്ക് 25 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. തണുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം. പിന്നെ
ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കും. അതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ നമുക്ക് എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി വേണം മുറിച്ചെടുക്കാനായിട്ട്. പിന്നെ എള്ളും കൂടെ നമുക്കൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ഇട്ട് പിന്നെ നമ്മുടെ ഈ മുഠിയയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ കടുക് വറുത്തൊന്ന് മിക്സാക്കി എടുത്തും മതിയെങ്കിൽ അങ്ങനെ ആയാലും മതി. പക്ഷേ എനിക്ക് ഇച്ചിരി ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഇച്ചിരി ക്രിസ്പി ആവാൻ വേണ്ടി ഞാൻ കൊടുക്കും. അതുവരെ ഇത് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ചായയുടെ കൂടെ ടേസ്റ്റി ആയിട്ടുള്ള മുഠിയ റെഡിയായി സെർവ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ ഫ്രണ്ട്സ്.